ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഇനി നമുക്ക് ടാരോനോട് കരിയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ നല്ലൊരു ജോലി സെർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് എന്തായിരിക്കും കൊടുക്കേണ്ടതെന്ന് ടാരോനോട് നമുക്ക് ചോദിക്കാം. നല്ല ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നവരായിക്കോട്ടെ. അപ്പം നിങ്ങളുടെ ജോലിക്ക് വേണ്ട ഗൈഡൻസ് എന്താവണമെന്ന് നമുക്ക് കരിയർ ഒറാക്കിൾ കാർഡിനോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളാം. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് മൈൻഡ് കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്ക് ഷഫിൾ ചെയ്യാം. ബലഹീനൻ 7 ആണ് വന്നത്. കാർഡ് വന്നത് ബലഹീനനാണ്. ബലഹീനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ട്രൈ ചെയ്ത് ബയോഡാറ്റയും റെസ്യൂമൊക്കെ എല്ലായിടത്തും കൊടുത്ത് പല ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി. ടയേർഡായി, ഫെഡപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ല, എനിക്കിനി മതിയായി, ഞാൻ ലെറ്റ് ഗോ, എല്ലാത്തേന്നും വേണ്ട, ഇനിയൊന്നും വേണ്ട, ആ ഒരു ആകെ നിരാശയായിട്ടുള്ള ഒരു എനർജി കാർഡാണ് ബലഹീനൻ. നോക്കാം, ആ കുട്ടി ഒറ്റയ്ക്കായിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. ഇനി എന്ത് ചെയ്യണം, എല്ലാം ട്രൈ ചെയ്തു, മാക്സിമം ട്രൈ ചെയ്തു, ഒന്നും എത്തിയില്ല എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ കാണുന്നത്. സ്വന്തം കഴിവിൽ അടിയുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ എത്ര കഠിനകരമായ സാഹചര്യങ്ങളെയും മറികടക്കാം എന്ന ധാരണ നിങ്ങളെ ധൈര്യവാനാക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ ഉറച്ച് വിശ്വസിക്കാം. നിങ്ങൾക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും, നല്ലൊരു ജോബ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കുക. ആ ധൈര്യം, നിങ്ങൾക്ക് ആ ഉറച്ച് വിശ്വസിക്കുന്ന ആ ധൈര്യം തന്നെ നിങ്ങളെ ഈ ധൈര്യവാനാക്കാൻ പര്യാപ്തമാകും എന്നാണ് ടാരോ പറയുന്നത്. അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുക, ഉറച്ച് വിശ്വസിക്കുക, കിട്ടും എന്നുള്ളത്. മൈൻഡ് ഡിപ്രസ്ഡ് ആവാതെ, എലോൺലിനെസ് ആവാണ്ട്, ഒറ്റയ്ക്കൊന്നും മാറി നിൽക്കാണ്ട്, ചിന്തകൾ ആവശ്യം കൂടുതൽ ചിന്തിക്കാണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. അതാണ് ടാരോ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ അടിയുറച്ച് വിശ്വസിക്കുക. എല്ലാ സക്സസ്ഫുൾ പേഴ്സൺസിനും കുറേ പ്രശ്നങ്ങളും ഒബ്സ്റ്റക്കിൾസും വീഴ്ചയും എഴുന്നേൽക്കലും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും ഒരു ഹയർ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വില അറിയാണ്ട് പോകും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നമ്മൾ ഈ എല്ലാ ഒബ്സ്റ്റക്കിൾസെയും താണ്ടി വരുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു ജോബ് കിട്ടുമ്പോൾ നമുക്കതിൻ്റെ വില അറിയുന്നത് അപ്പോഴാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വൺ ഡേ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ബെറ്റർ ജോബ്. ഓക്കെ, അപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് റിസീവ് ആവുക. അപ്പോൾ ട്രൈ സക്സസ്ഫുൾ ഡെഫിനറ്റ്ലി ആകും. ഓക്കെ, എന്നും പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. കുറച്ച് ഒബ്സ്റ്റക്കിൾസും കുറച്ച് പ്രയാസങ്ങളൊക്കെ താണ്ടി തന്നെയാണ് നമുക്ക് വിജയം കൈവരിക്കുക. അപ്പോൾ നല്ലൊരു ജോബ് തേടി നടക്കുന്നവർ വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ അടിയുറച്ച് വിശ്വസിക്കുക. നല്ലൊരു ജോബ് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓക്കെ, വിതിൻ വീക്ക് മേ ബി 7 ആണ് ഇവിടെ നമ്പർ വന്നത്. 7 ആണ് നമ്പർ വന്നത്. അപ്പോൾ മേ ബി വിത്തിൻ 1 വീക്കിനുള്ളിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു. ചേട്ടാ.